കോഴിക്കോട് ആരോരുമില്ലാത്ത കുഞ്ഞിള പൈതങ്ങൾക്ക് താരാട്ടുപാടാൻ അമ്മത്തൊട്ടിലൊരുങ്ങി. സംസ്ഥാനത്തെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റഡ് അമ്മത്തൊട്ടിൽ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആശുപത്രിയോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിൽ സെൻസർ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക തൊട്ടിലാണിത്. കുഞ്ഞുമായി എത്തുന്നവർ അമ്മത്തൊട്ടിലിൽ സ്ഥാപിച്ച മുറിക്ക് മുന്നിലെ സ്വിച്ച് അമർത്തുന്നതോടെ വാതിൽ തുറക്കും. തൊട്ടിലിൽ കുഞ്ഞിനെ വെച്ചു കഴിഞ്ഞാൽ സെൻസർ സംവിധാനം ഉപയോഗിച്ച് മുറിക്കുള്ളിലെ വെളിച്ചവും ടെലിവിഷനും പ്രവർത്തിക്കും. തുടർന്ന് ടെലിവിഷനിൽ നിന്ന് നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ച ശബ്ദ സന്ദേശം കേൾക്കാം. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രം തിരിച്ചു പോകാമെന്നും കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്നാണ് സന്ദേശത്തിന്റെ സാരം. മുറിക്കുള്ളിൽ നിന്ന് വ്യക്തി തിരിച്ചുപോയ ശേഷം മാത്രം മുറിയിലെ ക്യാമറ പ്രവർത്തിക്കുകയും കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. കുഞ്ഞിനെ ഉപേക്ഷിച്ച ആളുടെ സ്വകാര്യത ഉറപ്പാക്കാനാണിത്. ഫോട്ടോയും കുഞ്ഞിന്റെ ഭാരവും യഥാസമയം രേഖപ്പെടുത്തും. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് പുതുതായി സ്ഥാപിച്ച അമ്മത്തൊട്ടിലിന്റെ പ്രത്യേകതകളാണ് ഇവ. സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി. ഈ വർഷം മാത്രമായി തിരുവനന്തപുരത്ത് 9 കുട്ടികളെയും ആലപ്പുഴയിൽ 4 കുട്ടികളെയുമായി 13 കുട്ടികളെയാണ് അമ്മത്തൊട്ടിൽ മുഖാന്തരം ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ കോഴിക്കോട് സ്ഥാപിക്കപ്പെട്ട അമ്മത്തൊട്ടിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള അമ്മത്തൊട്ടിലാണ്. 2002 അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നു. 2017 അമ്മത്തൊട്ടിലുകൾ ഇലക്ട്രോണിക് ക്രാഡിലുകളായി മാറുന്നു. ഇപ്പോൾ 2025 അമ്മത്തൊട്ടിലുകൾ ആപ്ലിക്കേഷൻ മുഖാന്തരം, മൊബൈൽ ആപ്പ് മുഖാന്തരം നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അമ്മത്തൊട്ടിൽ മാറുകയാണ്. പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA-യുടെയും മുൻ MLA A പ്രദീപ് കുമാറിന്റെയും ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അമ്മത്തൊട്ടിൽ നിർമ്മിച്ചത്. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും തുടർന്ന് ശിശുക്ഷേമ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. കൈരളി ന്യൂസ്, കോഴിക്കോട്.